ദുരന്തഭൂമിയിലെ നേർക്കാഴ്ചകളിൽ ഹൃദയഭേദകമായ അവശേഷിപ്പായി വെള്ളാർമല സ്കൂൾ. ഉരുൾപൊട്ടൽ കവർന്നെടുത്ത വിദ്യാലയം കണ്ട് പകച്ചു നിൽക്കുകയാണ് 4ാം ക്ലാസ്സുകാരി. ഉരുളെടുത്തെങ്കിലും തൻ്റെ പ്രിയ വിദ്യാലയത്തെ ഒരു നോക്കുകൂടി കാണണമെന്ന ആഗ്രഹവുമായാണ് ആ കുരുന്നു മനസ്സ് വീണ്ടും സ്കൂളിലെത്തിയത്. എന്നും നടന്നിരുന്ന സ്കൂൾ വരാന്തയിലൂടെ അവൾ ചുവടുകൾ വെച്ചു. ഒരൊറ്റ രാത്രി കൊണ്ട് നിറം മങ്ങിയ വിദ്യാലയത്തെ ഞെട്ടലോടെ കണ്ടു നിൽക്കുകയാണ് 4ാം ക്ലാസ്സുകാരി. താൻ ഓടിക്കളിച്ച സ്കൂൾ മുറ്റവും കളിച്ചു ചിരിച്ചിരുന്ന് പഠിച്ച സ്കൂൾ മുറികളും ഇന്നില്ല. തന്നോടൊപ്പം ഇരുന്ന് പഠിച്ച കൂട്ടുകൂടി കളിച്ച കൂട്ടുകാരെയും കാണാനില്ല. അലതല്ലി വന്ന മലവെള്ളപ്പാച്ചിലിൽ തകർന്ന ബാക്കി പത്രമായ വെള്ളാർമല സ്കൂളിൽ അച്ഛൻ്റെ കയ്യും പിടിച്ചു വന്നതായിരുന്നു ഈ 4ാം ക്ലാസ്സുകാരി. മകളുടെ ആവശ്യപ്രകാരമായിരുന്നു വീണ്ടും സ്കൂൾ കാണാനെത്തിയതെന്നും അധ്യാപകർക്ക് പോലും സങ്കടം സഹിക്കാനാകുന്നില്ലെന്നും രക്ഷിതാവ് പറയുന്നു. കുട്ടിക്ക് ഇത് കാണണമെന്നുണ്ടായിരുന്നു. കുട്ടി അതുപോലെ തന്നെ പഠിച്ച കുട്ടികളെല്ലാം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് കുട്ടീനൊന്ന് ഞങ്ങളുടെ പ്രദേശം, ഞങ്ങളുടെ അമ്പലം, ഞങ്ങളുടെ സ്കൂള് എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പോകാമെന്ന് കരുതി വന്നതാണ്. അധ്യാപകരെല്ലാവരും വിളിച്ചന്വേഷിച്ചു, നിങ്ങളെവിടെയാണ്, സേഫാണോ, എല്ലാം വിളിച്ചന്വേഷിക്കുമ്പോൾ ടീച്ചേഴ്സ് വിളിക്കുമ്പോൾ അവർ ഭയങ്കര വിഷമത്തോടു കൂടി കരഞ്ഞിട്ടൊക്കെയാണ് വിളിക്കുന്നത്. അവരെ മറ്റ് വിദ്യാർത്ഥികൾ നഷ്ടപ്പെട്ട വിഷമവും ആ പരിക്ക് പറ്റിയവും അങ്ങനെ ഒരുപാട് പ്രയാസത്തോടു കൂടിയാണ് ടീച്ചേഴ്സ് വിളിക്കുന്നതും അന്വേഷിക്കുന്നതും എല്ലാം ഉണ്ട്. ഉരുളെടുത്തു പോയെന്ന ചിന്തിക്കാൻ പോലും ആകാതെ തന്റെ കൂട്ടുകാരെ തിരയുകയാണ് ഈ കൊച്ചു കൂട്ടുകാരിയും. ഉരുൾപൊട്ടലിന്റെ ഞെട്ടൽ എന്തെന്ന് പോലും തിരിച്ചറിയാനാകാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒറ്റപ്പെട്ടുപോയ കുരുന്നുകളിലും ഇതേ തേടൽ കാണാനാകും. ഒരൊറ്റ രാത്രിയിൽ ഒരു ഗ്രാമമാകെ നാമാവശേഷമാക്കി മാറ്റിയ പ്രകൃതിയുടെ സംഹാരതാണ്ഡവത്തിന്റെ സ്മാരകശിലയായി പകുതി തകർന്ന വെള്ളാർമല സ്കൂൾ കെട്ടിടം ബാക്കിയാവുകയാണ്. ജനം, വയനാട്.